ഹലോ ഗൈസ്, ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങളുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി കാണും. ഞങ്ങളൊരു ബൈക്ക് ട്രിപ്പിന് പോവുകയാണ്. ഇന്ന് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മോള് ഫിയോണയുണ്ട്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ബ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൽബണിൽ നിന്ന് ഏകദേശം ഒരു 400-450 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടം ലീവ്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഓട്ടം ഫെസ്റ്റിവൽ നടക്കുകയാണ് ബ്രൈറ്റിൽ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നു, അത് കഴിഞ്ഞ് നാളെ അവിടുന്ന് തിരിച്ചു പോരുന്നു. ഇന്ന് അവിടെ സ്റ്റേ ആണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്നും നാളെ ഓഫായിരുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്, തന്നെയല്ല പബ്ലിക് ഹോളിഡേ ആണ്, അതുമല്ല നാളെ ഞായറാഴ്ചയാണ്. ഫിയോണയ്ക്ക് 2 ഷിഫ്റ്റ് ഇന്നും നാളെയുമായിട്ട് കിട്ടിയതാണ്. അവൾ അത് ത്യജിച്ചുകൊണ്ടാണ് ഇന്ന് എൻ്റെ കൂടെ വരുന്നത്. ഞാൻ ചോദിച്ചാൽ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഡ്യൂട്ടിക്ക് പോയിക്കോളാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അച്ചാച്ച പൈസ വിൽ കം ആൻഡ് ഗോ, പക്ഷേ മെമ്മറീസ് അത് അങ്ങനെ എപ്പോഴും വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ചാടി പോന്നതാണ്. അപ്പം അത് വളരെ എനിക്ക് എന്നാ പറയുന്നത്, ജീവിക്കാൻ വേണ്ടി പൈസ വേണം, പക്ഷെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കരുത്. അപ്പോൾ ആ ഒരു തത്വമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, പൈസ കുഴപ്പമില്ല, പിന്നെ ആണെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ അച്ചാച്ചൻ്റെ കൂട്ടത്തിലുള്ള ഒരു ബൈക്ക് ജേർണിയുടെ ആ ഒരു മെമ്മറി അത് അങ്ങനെ എപ്പോഴും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അശാദ് എൻ്റെ കൂട്ടത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അവിടെ പോയി അവിടുത്തെ ഓട്ടം ലീവ്സ് ഒക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരാം. ഗൈസ്, അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. നമ്മളത് ഇവിടെ യാരാ വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ യാരാ വാലി ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ മുന്തിരി പാടങ്ങളൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് യാരാ വാലി. അപ്പം അതിലെ ഇങ്ങനെ അഴിച്ചു വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 400 കിലോമീറ്റർ ഉണ്ട്. ഇത് പഴയ ഒരു റെയിൽവേ ബ്രിഡ്ജാണ്. അതിപ്പം അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സൈക്കിൾ പാത്ത് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ദേ യാരാവാലിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ദേ ആ മുന്തിരി ചെടികളുടെ അല്ലെങ്കിൽ ആ ഇലകളൊക്കെ ദേ നിറം മാറി നിൽക്കുന്നുണ്ടോ. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിറയെ നിറങ്ങളുടെ ഒരു വീഡിയോ ആണ്. പല തരത്തിലുള്ള നിറങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരവും കാര്യങ്ങളും ഒന്നുമില്ല. നല്ലൊരു ദിവസമായതുകൊണ്ട് തന്നെ നിരവധി ബൈക്കേഴ്സ് നമ്മുടെ ഓപ്പോസിറ്റും കൂട്ടത്തിലും ഒക്കെ ഉണ്ട്. ഇതുപോലെയുള്ള ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബൈക്കേഴ്സിനെ നമുക്ക് റോഡിൽ കാണാൻ പറ്റുന്നത്. നിറങ്ങളൊക്കെ മാറി തുടങ്ങി. എന്താ പറയുന്നത്, കണ്ണിന് വളരെയധികം ചേതോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഉടനീളമുള്ളത്. ഗൈസ്, ഈ കാണുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാട്ടുതീ വന്ന് ഇവിടുത്തെ പുല്ലും മരങ്ങളും എല്ലാം കത്തി നശിച്ച ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. എയ്ക്ക് ശേഷമുള്ള മാൻസ്ഫീൽഡിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പ്രദേശമാണ്. ഇത് മുഴുവൻ ഈ പുല്ലുകൾ മുഴുവൻ ഇപ്പോൾ രണ്ടാമത് കിളുത്ത് വന്നിരിക്കുന്നതാണ്. ഗൈസ്, അങ്ങനെ നമ്മളിത് ലേക്ക് ഈൽഡൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ മുകളിലൂടെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ
അങ്ങനെ നമ്മൾ ദേ മാൻസ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ദൃശ്യ വിസ്മയം ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചയാണ്. ഇവിടെ മരങ്ങൾ പല കളറിൽ ഇവിടെ മുതലങ്ങ് തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ വീഡിയോ നിറയെ ഇതുപോലെയുള്ള മരങ്ങളും അതിൻ്റെ കളറുകളുമായിരിക്കും. അപ്പം ഇതാണ് മാൻസ്ഫീൽഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. മെൽബണിൻ്റെ നോർത്ത് ഈസ്റ്റിലായിട്ടാണ് മാൻസ്ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 180 മുതൽ 200 കിലോമീറ്റർ ദൂരമുണ്ട് മെൽബണിൽ നിന്ന്. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ഡ്രൈവ്. 5500 പേരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ ഉള്ളത്. ഇതിൻ്റെ അടുത്ത് മാൻസ്ഫീൽഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മൗണ്ട് ബുള്ളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ട് ഉണ്ട്. ഈ സ്കീയിങ്ങിനൊക്കെ ആയിട്ട് മഞ്ഞ് വീണ് കിടക്കുന്ന സമയത്ത് സ്കീയിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നത് മാൻസ്ഫീൽഡ് വഴിയാണ്. വളരെ സീനിക് ആയിട്ടുള്ള ഒരു കൺട്രി ടൗൺ ആണ് മാൻസ്ഫീൽഡ്. നല്ല മൗണ്ടൻസ്, ലേക്സ്, അതുപോലെ തന്നെ ഔട്ട്ഡോർ അഡ്വഞ്ചേഴ്സ് ഒക്കെയുള്ള ഒരു സ്ഥലമാണ് മാൻസ്ഫീൽഡ്. ഹൈക്കിങ്, ക്യാമ്പിങ്, 4-വീൽ ഡ്രൈവിൻ്റെ ട്രാക്കുകൾ, അതുപോലെ തന്നെ സ്കീയിങ് മൗണ്ട് ബുള്ളറിൽ, സ്നോ ബോർഡിങ്, മൗണ്ടൻ ബൈക്കിങ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ മാൻസ്ഫീൽഡിലുണ്ട്. ഈ ഇടത് സൈഡിൽ കാണുന്ന ബേക്കറിയിൽ നിന്ന് ഒരു പൈയും 2 കാപ്പിയും കുടിച്ച് ഞാനും ഫിയോണയും ഇവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. ഇവിടുന്ന് ഏകദേശം ഇനിയൊരു 2 മണിക്കൂറും കൂടിയുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗണ്ടൻ്റെ മുകളിലൂടെയാണ്. വളരെ മനോഹരമായിട്ടുള്ള അങ്ങ് ദൂരെ നമുക്ക് മൗണ്ട് ബഫല്ലോ ഒക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല വളഞ്ഞു പൊളഞ്ഞ് നല്ല വൈൻഡി ആയിട്ടുള്ള ഒരു റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു കാനന പാതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ മാൻസ്ഫീൽഡിൽ നിന്ന് വൈറ്റ് ഫീൽഡിലേക്കുള്ള ഒരു വഴിയാണിത്. വളരെ രസമാണ്. നമുക്ക് ഇതുപോലെ ബൈക്കിൽ പോകാനൊക്കെ വളരെ ഭംഗിയാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 ഈച്ചകൾ നമ്മുടെ ക്യാമറയുടെ ലെൻസിൽ വന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ആൽപൈൻ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടം മുതൽ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലുമുള്ള മരങ്ങൾ ഇതുപോലെയുള്ള കളറുകളുടെ ഒരു മായാപ്രപഞ്ചം എന്ന് വേണേൽ പറയാം. കളറുകളുടെ ഒരു വിസ്മയം തന്നെയാണ് പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് തീർത്തിരിക്കുന്നത്. ലെറ്റ്സ് എൻജോയ്. അങ്ങനെ നമ്മൾ മെറ്റൽ ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വഴിയുടെ 2 സൈഡിലും പലതരത്തിലുള്ള കളറിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ബ്രൈറ്റിന് കുറച്ച് മുമ്പുള്ള ഒരു സ്ഥലമാണ് മെറ്റൽ ഫോർഡ്. ഓവൻസ് റിവറിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടൗണാണ്, കൺട്രി ടൗണാണ് മെറ്റൽ ഫോർഡ്. ഒത്തിരി വിനയാർഡ്സും അതുപോലെ തന്നെ നല്ല ചെറി തോട്ടങ്ങൾ, ആപ്പിൾ തോട്ടങ്ങൾ ഒക്കെയുള്ള നല്ലൊരു പ്രദേശമാണ് മെറ്റൽ ഫോർഡ്. മെറ്റൽ ഫോർഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബ്രൈറ്റിൽ ഉള്ള മലനിരകൾ കാണുവാൻ സാധിക്കും. ബ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടുള്ള നമ്മുടെ ഒരു അടിമാലിയൊക്കെ പോലെയുള്ള ഒരു സ്ഥലമാണ് ബ്രൈറ്റ്. ഈ നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ആ ഒരു കളറും അതുപോലെ തന്നെ ആ പച്ച നിറത്തിലുള്ള കുന്നുകളും നീലാകാശവും എല്ലാം ചേർന്ന് വളരെ ഒരു ദൃശ്യ വിരുന്നാണ് പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
മെൽബണിലും മറ്റും താമസിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബ്രൈറ്റിൽ വരണം. ഇതുപോലെ ഓട്ടം സീസണിൽ ഈ ഒരു സമയത്താണ് നമ്മൾ വരേണ്ടത്. അതായത് ഓട്ടം സീസണിൽ ഒരു ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മനോഹര കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഈ ഒരു കളറിൻ്റെ മാറ്റ് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു ഭംഗിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ മരവും ഒരു പ്രത്യേക വിവിധ തരത്തിലുള്ള കളറുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രൈറ്റിനടുത്തുള്ള പോറേപങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മരങ്ങളുടെ കളറുകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് പോറേപങ്ക. ഒത്തിരി അഡ്വഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് പോറേപങ്ക. ഹൈക്കിങ്, മൗണ്ട് ബഫലോയിലേക്കുള്ള നല്ലൊരു സീനിക് ഡ്രൈവ്, അതുപോലെ തന്നെ സ്വിമ്മിങ്, കയാക്കിങ്, ഇവിടെ ഒരു നല്ലൊരു റിവറുണ്ട്, അതുപോലെ ഓവൻസ് റിവർ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ സൈക്ലിംഗ്. ബ്രൈറ്റിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് സൈക്കിളിൽ വരാൻ പറ്റുന്ന ഒരു റെയിൽ ട്രെയിലുണ്ട്. അതുപോലെ തന്നെ വൺ ഓഫ് ദ വിക്ടോറിയയുടെ ബെസ്റ്റ് പാരാഗ്ലൈഡിങ് ആൻഡ് ഹാങ് ഗ്ലൈഡിങ് സ്പോട്ടും കൂടിയാണ് പോറേപങ്ക. ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫുഡും അതുപോലെ വൈന് ഒക്കെയുള്ള കഫേയും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ ക്യാരവാൻ പാർക്കുകൾ, ഫാം സ്റ്റേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ ബ്രൈറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ബ്രൈറ്റ് വരാൻ പോകണ്ട, ഇവിടെ താമസിച്ചെന്നാൽ പോലും നിരവധിയായിട്ടുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു വില്ലേജാണ് പോറേപങ്ക.
പുറയപ്പങ്കയിലുള്ള ഈ ഒരു പാർക്കിൽ കുറച്ച് നേരം ചെലവഴിച്ച ശേഷം ഞാനും ഫിയോണയും ബ്രൈറ്റിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ 400 കിലോമീറ്റർ താണ്ടി അവസാനം ഞങ്ങൾ ബ്രൈറ്റിൽ വന്നിരിക്കുകയാണ്. ഇത് പുറയപ്പങ്കയിൽ നിന്ന് ഒരു ബൈക്ക് റോഡിൽ കൂടെയാണ് നമ്മൾ ബ്രൈറ്റിലേക്ക് വന്നത്. മെയിൻ റോഡ് ഇതല്ല. പക്ഷേ ഇതിലെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ബ്രൈറ്റ് ശരിക്കുള്ള ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ പോലും ഈ ജംഗ്ഷൻ ആണെങ്കിൽ പോലും ഇവിടെയുള്ള മരങ്ങളും ഈ കളറുകളും ഒക്കെ കാണുവാനായിട്ട് വളരെ ഭംഗിയാണ്. ഇവിടെ ഒരു വൂളീസ് ഉണ്ട്. അപ്പോൾ വൂളീസിൽ 9 മണി വരെ വൈകുന്നേരം നമുക്ക് അത് ഓപ്പണാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റോറൻറ്റുകൾ, ബാറ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബ്രൈറ്റ്. ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോംബെ വെൽവെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു ആവറേജ് റെസ്റ്റോറൻ്റാണ്. അത്ര വലിയ ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകരുത്. എന്നാലും അത്യാവശ്യം ദാൽ മഖനിയും നാനും ഒക്കെ കിട്ടുന്ന ആവറേജ് ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോരോ സ്ട്രീറ്റുകളിൽ കൂടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങളൊന്നും ശരിക്കും അങ്ങോട്ട് നിറം മാറിയിട്ടില്ല. ഏകദേശം ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ മരങ്ങളൊക്കെ നിറം മാറുന്നത്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ട്രീറ്റുകൾ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പാരാഗ്ലൈഡിങ് നടത്തി, പാരാഗ്ലൈഡറിൽ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വന്ന് ലാൻഡ് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി നോക്കാം, അവിടെ വല്ലോ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ടെങ്കിൽ ആ കാഴ്ചയൊന്ന് കാണാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ അങ്ങോട്ട് പോകുന്ന ഈ വഴിയിലും നിറയെ ഇതുപോലെ വർണ്ണാഭമായിട്ടുള്ള, വർണ്ണശബളമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശത്തൂടി 1-2 പേര് ഗ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ആ കാഴ്ച കാണിക്കാം. ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ പാരാഗ്ലൈഡിങ് ഇപ്പോൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സ്ഥലത്ത് വന്ന് പാരാഗ്ലൈഡിങ് ചെയ്ത് കഴിഞ്ഞുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് ബഫല്ലോ, മൗണ്ട് ഹോത്താം, മൗണ്ട് ബ്യൂട്ടി, അതുപോലെ തന്നെ ഫോൾസ് ക്രീക്ക്, ഈ മലനിരകൾ മുഴുവൻ നമുക്ക് ഈ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ദൃശ്യമാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതൊരു നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. പാരാഗ്ലൈഡിങ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ച വേറെ എങ്ങും നമുക്കത് കാണാൻ പറ്റത്തില്ല. ഏതൊക്കെയാലും നമുക്കിവിടെ നിർത്തി ഈ വരുന്ന പാരാഗ്ലൈഡറെ ഒന്ന് വാച്ച് ചെയ്യാം. മെയിനായിട്ട് 2 കമ്പനികളാണ് ഇവിടെ പാരാഗ്ലൈഡിങ് നടത്തുന്നത്. $300 ഒരാൾക്കാവുന്നത്. ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് അവർ ജമ്പ് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങനെ പറന്ന് ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് വന്നിറങ്ങുന്നത്. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും.
നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പാരാഗ്ലൈഡിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ബോംബെ വെൽവെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി യാത്രയായി. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് വൈകിട്ട് താമസിക്കാൻ പോകുന്ന ക്യാരവാൻ പാർക്കുള്ളത്. ബ്രൈറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെൽബണിൽ നിന്ന് ഒരു 3.5 മണിക്കൂർ ജേണിയാണ് ബ്രൈറ്റിലേക്കുള്ളത്. ഓവൻസ് റിവർ, അതുപോലെ തന്നെ മൗണ്ട് ബഫലോ നാഷണൽ പാർക്ക്, ഇതൊക്കെ ഈ ബ്രൈറ്റിനടുത്താണ്. മെയിനായിട്ടും ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള 2 മാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടം കളറിൻ്റെ ഇതുപോലെയുള്ള മാസ്മരിക സീൻസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പോൾ വന്നാലും ഒരു കൂൾ ക്ലൈമറ്റാണ് ബ്രൈറ്റിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്ന് ഓവൻ റിവറിൻ്റെ തീരത്തൂടി ഒരു കാനിയോൺ വാക്കുണ്ട്. അതുപോലെ തന്നെ സ്വിമ്മിങ് നമുക്ക് റിവറിൽ ചെയ്യാൻ പറ്റും. ഒരു സെൻറ്റിനറി പാർക്കുണ്ട്. മൗണ്ട് ബഫലോയിലേക്ക് നമുക്ക് ഹൈക്കിങ്ങിന് പോകാനായിട്ട് ലുക്ക് ഔട്ട്സുകൾ, വാട്ടർഫോള്, ഇതെല്ലാം ബ്രൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഗൈസ്, അപ്പം നമ്മൾ ഈ പോകുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റിലെ മെയിനായിട്ടുള്ള അയർലൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഇവിടെയാണ് ഇവിടുത്തെ മെയ്ഫ് കിങ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആൻസാക് ഡേക്ക് ഉള്ള പരേഡ്, അതുപോലെ തന്നെ ബ്രൈറ്റ് ഫെസ്റ്റിവലിൽ നടക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെല്ലാവരും വന്ന് കൂടുന്നതും. ബ്രൈറ്റ് ഫെസ്റ്റിവലിലെ പ്രത്യേക അട്രാക്ഷനായിട്ടുള്ള ഒരു പരേഡ് പാസ് ചെയ്ത് പോകുന്നതും ഇതുവഴിയൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മർമ്മപ്രധാനമായിട്ടുള്ളൊരു ബ്രൈറ്റിലെ ഏരിയയാണ്, മെയിനായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു സ്ക്വയറും ഈ ഒരു ഭാഗങ്ങളുമൊക്കെ. 2026 ബ്രൈറ്റ് ഓട്ടം ഫെസ്റ്റിവൽ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24th ഏപ്രിൽ ടു 3rd മെയ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഓട്ടം ലീവ്സ് ഉള്ളത്. അത് നടക്കുന്നത് ഈ ഒരു പ്രദേശത്തുകൂടിയൊക്കെയാണ്. അപ്പോൾ അന്ന് നിറയെ ആളുകളായിരിക്കും. ഈ ഒരു ഏരിയയിലുള്ള ആളുകളെല്ലാം ഈ ഒരു സ്ക്വയറിൽ ഒത്തുകൂടി നല്ലൊരു പരേഡും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഒരു ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നേരത്തെ പറഞ്ഞ ബോംബെ വെൽവെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബി റെസ്റ്റോറൻറ്റിലെത്തി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു ഇന്ന് നമുക്ക് ലഭിച്ചത്. നമ്മൾ കുറച്ച് നാനും അതുപോലെ തന്നെ ദാൽ മഖനിയുമാണ് ഇന്ന് ഞാൻ കഴിച്ചത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഇന്ന് രാത്രി തങ്ങാനുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു ക്യാരവാൻ പാർക്കാണ്. അത്ര വലിയ ലക്ഷറി ഒന്നും അല്ലാത്ത വളരെ സാധാരണ രീതിയിലുള്ള ഒരു ക്യാരവാൻ പാർക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്കിത് കിട്ടുകയും ചെയ്തു. കാരണം ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഓട്ടം ഫെസ്റ്റിവൽ നടക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടെ അക്കോമഡേഷൻ കിട്ടാനും അല്പം പാടാണ്. അതുപോലെ തന്നെ നല്ല റേറ്റും ആവും. പക്ഷേ ഇത് നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു അക്കോമഡേഷനായിരുന്നു. നമുക്കൊരു രാത്രി തങ്ങുവാനായിട്ട് ധാരാളം മതിയായ രീതിയിലുള്ള ഒരു അക്കോമഡേഷനാണ് നമ്മൾ എടുത്തത്. കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഷവർ റൂമും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരവാൻ പാർക്കാണ്. അങ്ങനെ തരക്കേടില്ലാത്ത നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ആ കാണുന്ന കണ്ടെയ്നർ ഹോമിനകത്താണ് ഇന്നലെ ഞങ്ങൾ രാത്രി കഴിച്ചു കൂട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റും ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. വളരെ വിശാലമായിട്ടുള്ളൊരു ക്യാരവാൻ പാർക്കാണ്. കുറച്ച് പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ വൈകുന്നേരം ഒരു 9 മണിക്ക് കിടന്നിട്ട് രാവിലെ 9 മണിക്കാണ് എണീറ്റത്. ഫിയോണ പറഞ്ഞ് ആദ്യമായിട്ടാണ് 12 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങുന്നതെന്ന്. ഏതൊക്കെയാലും അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മടക്കി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നയനമനോഹരമായിട്ടുള്ള പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ഈ കാണുന്ന മരങ്ങളെല്ലാം വീണ്ടും നമുക്ക് വർണ്ണ ശബളമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കിയിരിക്കുകയാണ്.
ഫുഡ് കിട്ടുവാൻ അരമണിക്കൂറിൽ കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വന്നെങ്കിലും ദേ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുവാനായിട്ട്. ഏതൊക്കെയാലും ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും പാർക്ക് ചെയ്യാം, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കാണുന്ന ഫുട്പാത്തിൻ്റെ സൈഡിൽ നമ്മൾ ബൈക്ക് കയറ്റി വെച്ചിട്ട് ഓപ്പോസിറ്റുള്ള കടയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും നമ്മുടെ മടക്കയാത്രയിൽ ഉള്ള ദൃശ്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ മെൽബൺ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്നലെ കണ്ട കാഴ്ചകളൊക്കെയാണ് തന്നെ ഇന്ന് അതിന് മറ്റൊരു ഭംഗിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൈസ്, ശരത്കാലം നിശബ്ദമായി എത്തുമ്പോൾ മരങ്ങൾ അവരുടെ ഹൃദയം തുറക്കുന്നു. ഒന്നൊന്നായി വിടരുന്ന ഇലകളിൽ കാലത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്നു. മഞ്ഞയും ചുവപ്പും ചേർന്ന ആ നിറങ്ങളിൽ ജീവിതത്തിൻ്റെ അവസാന ചിരി ഒളിഞ്ഞിരിക്കുന്നു. വീഴുന്ന ഓരോ ഇലയും പറയുന്നത് വിട പറയലും ഒരു സൗന്ദര്യമാണെന്നാണ്. കാറ്റിനൊപ്പം നൃത്തം ചെയ്ത് താഴേക്കിറങ്ങുന്ന ആ ചെറിയ ഇലകൾ പോലെ നമ്മുടെ ഓർമ്മകളും ഒരിക്കൽ ശാന്തമായി മണ്ണിലേക്ക് ലയിക്കുന്നു. പക്ഷേ അതൊരവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കത്തിൻ്റെ സൂചന. ശൂന്യമായ കൊമ്പുകൾക്കുള്ളിൽ പോലും നാളെയുടെ പച്ചപ്പുകൾ നിറഞ്ഞിരിക്കുന്നു. ഗൈസ്, ഏതൊക്കെയാലും ഇറങ്ങിയതല്ല, തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ മെൽബൺ അടുത്തുള്ള മേരീസ്വില്ലിലേക്കാണ് വന്നത്. മേരീസ്വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൂരം യാത്ര ചെയ്തില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഓട്ടം ലീവ്സിൻ്റെ ഒരു ഡിസ്പ്ലേ അവിടെയുമുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയും കണ്ട് വീട്ടിലേക്ക് മടങ്ങാവുന്നത് വെച്ചു. ഇത് മേരീസ്വില്ലിൻ്റെയും ബാക്സ്റ്ററിൻ്റെ ഇടയ്ക്കുള്ള ഒരു അമേസിങ് വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ബക്സ്റ്റർ എന്ന സ്ഥലത്ത് നിന്ന് മേരീസ്വില്ലിലേക്ക് അടുക്കാറായപ്പോൾ നമ്മൾ പണ്ട് പല പ്രാവശ്യം ക്യാമ്പിങ്ങിന് വന്നിട്ടുള്ള ഒരു വലിയൊരു ക്യാമ്പിംഗ് സെൻറ്റർ കാണാൻ പറ്റി. ഇവിടെ നമ്മൾ പല പ്രാവശ്യം ക്യാമ്പിങ്ങിനായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ഒരു സ്ഥലത്തുനിന്ന് മേരീസ്വില്ല് വരെയുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. വഴിയുടെ ഒരു സൈഡിൽ ഇതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഗൈസ്, മേരീസ്വില്ലിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ 2009 ഫെബ്രുവരി 7 ഇവിടെ ഒരു വലിയൊരു ബുഷ് ഫയർ നടന്ന് ഏകദേശം 35 ആൾക്കാർ മരിച്ചു പോയ ഒരു സ്ഥലമാണ് മേരീസ്വില്ല്. ഇപ്പോൾ കാണുവാനായിട്ട് അതിമനോഹരമാണെങ്കിലും അന്ന് ആ ബുഷ് ഫയറിൽ ഈ ഒരു ജംഗ്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൗൺ കംപ്ലീറ്റ് കത്തിപ്പോയി. ഏകദേശം 90% ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കത്തിപ്പോയിരുന്നു.
വിക്ടോറിയയിലെ തന്നെ വലിയ ഒരു വാട്ടർഫോൾ ആയിട്ടുള്ള സ്റ്റീവൻസൺ ഫോള് ഇവിടെ മേരീസ്വില്ലിലാണ് ഉള്ളത്. മേരീസ്വില്ലിനടുത്തുള്ള ഒരു അട്രാക്ഷനാണ് ലേക്ക് മൗണ്ടൻ ആൽപൈൻ റിസോർട്ട്. സ്കീയിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് അത്. മേരീസ്വില്ലിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു മൗണ്ടൻ ഏരിയയാണ്. അപ്പം ഈ ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മേരീസ്വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൽബണിൽ നിന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുറച്ച് നമ്മുടെ ഓട്ടം ലീവ്സിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മേരീസ്വില്ല്. മേരീസ്വില്ലിൽ നിന്ന് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് മെൽബണിലേക്ക് പോരുന്ന വഴിക്കുള്ള മറ്റൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഹീൽസ്വിൽ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഹീൽസ്വില്ല്. ഗൈസ്, അങ്ങനെ മകളോടൊപ്പം നല്ല മെമ്മറീസ് ഉള്ള അടിപൊളി ഒരു യാത്ര ഏകദേശം തീരാറായി. നമ്മൾ മേരീസ്വില്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തി പോലെയാണ്. അവിടുന്ന് കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ യാരാ വാലിയിലെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട വിൻയാർഡ്സും അതുപോലെയുള്ള കാഴ്ചകളാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ ഓസ്ട്രേലിയയിലെ വിശേഷങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു മനോഹരമായിട്ടുള്ള വീഡിയോ. നിങ്ങൾ എൻജോയ് ചെയ്തതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു വെരി മച്ച്.